ഡൽഹിയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്ന് ചില BJP അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. ഏകദേശം 20ഓളം MP-മാരാണ് ഇന്നലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ലോക്സഭയിൽ വിട്ടുനിന്നത്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരിയും ജ്യോതിരാദിത്യ സിന്ധ്യയും അടക്കമുള്ളവരും ഉൾപ്പെടുന്നു. വിപ്പ് ലംഘിച്ചവർക്ക് ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. PR സുനിൽ, ഗുഡ് മോർണിംഗ്. PR സുനിൽ, ഇന്നലെ 20ഓളം BJP MP-മാരാണ് വിട്ടുനിന്നത്. മറ്റെന്തെങ്കിലും അസൗകര്യം മൂലം വിട്ടുനിന്നതാണോ, അതല്ല ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ലിനോടുള്ള വിയോജിപ്പ് മൂലം വിട്ടുനിന്നതാണോ? എന്തായാലും വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു ബില്ല് വരുമ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കുമെന്നും ബില്ലിൻ്റെ അവതരണത്തിൽ തന്നെ അത്തരത്തിലൊരു എഡ്ജ് പ്രതിപക്ഷത്തിന് കിട്ടി. ബില്ല് പാസ്സാക്കാൻ കേവലം ഭൂരിപക്ഷം മതിയായിരുന്നു. അത് കിട്ടിയെങ്കിൽ പോലും BJP അംഗങ്ങൾ വിട്ടുനിന്നത് ഇന്നലെ സർക്കാരിന് തിരിച്ചടിയായെന്നാണോ വിലയിരുത്തൽ? PR സുനിൽ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു നാണക്കേടിൻ്റെ ദിവസം കൂടിയായിരുന്നു. ഇന്നലെ സഭയിൽ ഉണ്ടായിരുന്നവരിൽ BJP പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി കൂടുതൽ വോട്ടായിരുന്നു. ഇന്നലെ 367 അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ NDAക്ക് കിട്ടിയത് 269 വോട്ടാണ്. ഏതാണ്ട് 200-ന് അടുത്ത് 198 വോട്ട് പ്രതിപക്ഷത്തിനും കിട്ടി. അപ്പോൾ BJP പ്രതീക്ഷിച്ച വോട്ട് ഇന്നലെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരണത്തിന് വോട്ടിനിട്ടപ്പോൾ കിട്ടിയില്ല. തീർച്ചയായും BJP ഇക്കാര്യത്തിൽ BJPക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഏതായാലും ഈ അതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഭയിലെത്താത്ത MP-മാർക്ക് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിപ്പ് നൽകിയിട്ട് പോലും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് BJPയെ തന്നെ ഞെട്ടിക്കുന്നത്. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയെ പോലൊരു നേതാവ്. നിതിൻ ഗഡ്കരി ദേശീയ തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലുള്ള നേതാക്കൾ, അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് കേന്ദ്രമന്ത്രിമാരാണ്. 4 കേന്ദ്രമന്ത്രിമാരാണ് ഇന്നലെ സഭയിൽ ഈ വോട്ടെടുപ്പ് നടന്നപ്പോൾ എത്താതിരുന്നത്. ഇതുകൂടാതെ ജഗദാംബിക പാലിനെ പോലുള്ള BJPയുടെ പ്രധാനപ്പെട്ട MP-മാർ കൂടി സഭയിലെത്താത്തൊരു സാഹചര്യമുണ്ടായി. ഏതായാലും BJP നേതൃത്വം ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്, വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായിരിക്കും ഈ നേതാക്കൾ മറുപടി നൽകുക എന്നത് കാത്തിരുന്ന് കാണാം. ഭൂരിഭാഗം പേരും വ്യക്തിപരമായ അസൗകര്യങ്ങളായിരിക്കും ചൂണ്ടിക്കാണിക്കുക. അതേസമയം നിതിൻ ഗഡ്കരിയെ പോലുള്ള നേതാക്കൾ വിട്ടുനിന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ദേശീയ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ വളരെ കൗതുകം നിറഞ്ഞ ചർച്ചയായി തുടരുകയാണ്. നമുക്കറിയാം, മോദിയുടെ വഴിയല്ല നിതിൻ ഗഡ്കരിയുടെ വഴി. പല അതൃപ്തിയും അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നിലപാടുകളിലുണ്ട്. ഏതായാലും ദേശീയ തലത്തിൽ മോദിക്കൊപ്പം അല്ലെങ്കിൽ മോദിക്ക് തൊട്ട് താഴെ നിതിൻ ഗഡ്കരിയെ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും പഴയ ഒരു രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി വന്നിട്ടുള്ളൊരു നേതാവാണ് നിതിൻ ഗഡ്കരി. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ് ഇത്തരമൊരു വളരെ പ്രധാനപ്പെട്ട BJPയെ സംബന്ധിച്ച് അഭിമാനകരമായൊരു നീക്കം ലോക്സഭയിൽ നടത്തിയപ്പോൾ, പാർലമെന്റിൽ നടത്തിയപ്പോൾ ആ നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും എന്നാണ് BJP നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പാർലമെന്റിലെ ഇരു സഭകളിലും BJPക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ആർക്കെങ്കിലും? തീർച്ചയായും അതിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ ബില്ല് എന്നത് നരേന്ദ്രമോദിയും ഒപ്പം അമിത്ഷാ കൂട്ടുകെട്ട് ഏകപക്ഷീയമായി എടുക്കുന്ന ഒരു തീരുമാനമാണ് എന്നൊക്കെയുള്ളൊരു അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ആലോചന ഏതായാലും BJPക്കകത്ത് പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിൽ നടത്തിയില്ല എന്നൊരു വിമർശനം BJPക്കകത്ത് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു അതൃപ്തിയുടെ ഭാഗമായിട്ടാണോ നിതിൻ ഗഡ്കരിയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ വിട്ടുനിന്നത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇതൊക്കെ വലിയ ചർച്ചയാകും BJPക്കുള്ളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ ബില്ല് ഇപ്പോൾ പാസ്സാക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് സർക്കാരിന് വലിയ നാണക്കേടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക? BJPയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കും എന്നതും കാത്തിരുന്ന് കാണണം. ഏതായാലും നിതിൻ ഗഡ്കരി ബോധപൂർവം വിട്ടുനിന്നതാണെങ്കിൽ തീർച്ചയായും അതിന് പുതിയ വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകും. താങ്ക് യു PR സുനിൽ. BJP ക്യാമ്പിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ വാർത്തയായി തീരുകയും ചെയ്യും. മാത്രമല്ല, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട്, ബില്ലുകൾ 2 തരത്തിലാണ്. ഒന്ന് സ്വകാര്യ ബില്ലുകളെന്ന് പറയും, അതായത് സർക്കാർ
മന്ത്രിമാരല്ലാത്തവർ കൊണ്ടുവരുന്ന ബില്ലുകളാണ് പ്രധാനമായിട്ടും സ്വകാര്യ ബില്ലുകൾ എന്നറിയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ സ്വകാര്യ ബില്ലുകൾ കാര്യമായി പാസ്സാക്കപ്പെട്ട ചരിത്രമില്ല. വളരെ അപൂർവം ബില്ലുകൾ മാത്രമാണ് ആ പ്രോസസ്സിലൂടെ കടന്നു പോവുക. അപ്പോൾ അങ്ങനെ മന്ത്രിമാർ കൊണ്ടുവരുന്ന ബില്ലുകൾ സഭയിൽ പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദിത്വം മന്ത്രിസഭയ്ക്കായിരിക്കും. അങ്ങനെ വന്നാൽ മന്ത്രിസഭ താഴെ പോകുന്ന അവസ്ഥയുണ്ടാവും. ബില്ലുകളെ സഭയിൽ പരാജയപ്പെടുത്തിയാൽ അത് അവിശ്വാസ പ്രമേയത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുന്ന ഈ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ല് 129 ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ അത് JPCയുടെ പരിഗണനയ്ക്ക് വന്നതിന് ശേഷം സഭയിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ 3/2 ഭൂരിപക്ഷം അടക്കം ആവശ്യമുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് പരമാവധി പിന്തുണ ഉറപ്പാക്കിയ ശേഷം മാത്രമേ JPC പരിഗണിക്കുന്ന ബില്ല് സഭയിൽ 2ാം വായനയ്ക്കും 3ാം വായനയ്ക്കുമായിട്ട് കൊണ്ടുവരൂ. അതുവരെ അത് തൽക്കാലം കോൾഡ് സ്റ്റോറേജിലിരിക്കും. 100ഓളം MPമാരുടെ കുറവുണ്ട്. അപ്പോൾ അത്രയും എംപിമാരെ ചാക്കിട്ട് പിടിക്കാതെ കാര്യം നടക്കില്ല എന്നർത്ഥം. പ്രതിപക്ഷത്തെ ഒരു MPയും ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ലിനെ അനുകൂലിക്കില്ല. കാരണം അത് പ്രാദേശിക കക്ഷികളുടെ മരണമണിയാണ് എന്ന് എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും അറിയുകയും ചെയ്യാം.